ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് തരിക്കഞ്ഞീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിലേക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് നേന്ത്രപ്പഴം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഒരു പാൻ എടുക്കുക, അതിലേക്ക് 1 കപ്പ് രണ്ടാം പാൽ എടുക്കുക, 1/4 കപ്പ് റവയും ചേർക്കുക കേട്ടോ. റവ പെട്ടെന്ന് തിക്കാവുന്നതിനോട് ഞാൻ 1 കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് പകരം 1 കപ്പും കൂടിയും രണ്ടാം പാൽ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേന്ത്രപ്പഴവും റവയൊക്കെ നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാ പൊടിയും ഒരു 1/4 ടീസ്പൂൺ മതി, പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി റവയും പഴമൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്നാം പാല് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ആക്കി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറവിട്ടെടുക്കാം കേട്ടോ. പിന്നെ വറവിടുന്നതിന് മുമ്പ് നമ്മൾ ഷുഗർ ചേർക്കണം. ഇപ്പോൾ ഷുഗർ ചേർക്കാതെ ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതിനോട് വറവിട്ടതിന് ശേഷമാണ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിത് തരിക്കഞ്ഞിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്നത് എൻ്റെ ഒരു അഹങ്കാരം കൊണ്ട് ഒന്ന് വീണു പോയിട്ടോ. നല്ല വെയിറ്റ് ഉള്ള സാധനം നമ്മൾ ഈ ഹോൾഡറിനോട് ആക്കിയതിനോട് പെട്ടെന്ന് അതിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ നമ്മൾ വറവിട്ടതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഷുഗർ ഇടാത്തത് വേണമെന്നുണ്ട്, അതുകൊണ്ട് കേട്ടോ. ഷുഗർ ഇടാത്തത് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കാം. നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഷുഗർ ചേർത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ടുള്ള തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പിനൊക്കെ നമ്മൾ പ്രത്യേകം ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.